ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നൂല് കട്ട പിടിക്കുന്നതിൻ്റെ എല്ലാ കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും പറഞ്ഞുതരാം കേട്ടോ. എല്ലാ ടിപ്സും ഇതിനകത്ത് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ കാരണങ്ങളേ ഉള്ളൂ നൂല് കട്ട പിടിക്കുന്നതിന്. ഏറ്റവും പ്രധാന കാരണം ആദ്യം പറയാം കേട്ടോ. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നോർമൽ സ്റ്റിച്ച് നല്ല ഭംഗിയിൽ വരുന്നത് ഇതുപോലെ കേട്ടോ. ഇപ്പം ഈ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോർമൽ സ്റ്റിച്ചാണ്, നല്ല സ്റ്റിച്ചാണ് വരുന്നത്. ഇനി അത് എങ്ങനെയാണ് നൂല് കട്ട പിടിക്കുന്നത് എന്നുള്ള കാര്യം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ക്ലീൻ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് വന്നിരിക്കുന്നത് കണ്ണിനില്ലേ, ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്നത്. മുകളിലും താഴെയും ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ കട്ട പിടിക്കണം എന്നുള്ളത് കാണിച്ചു തരാം. താഴത്തെ നൂല് കട്ട പിടിക്കുന്നതിൻ്റെ ഒറ്റ കാരണമുള്ളൂ. അതായത് നമ്മൾ സൂചി ഒന്നും മാറ്റിയിടാത്ത കേസിലാണെങ്കിൽ, സൂചി മാറ്റിയിടുന്ന കേസിലാണെങ്കിൽ വേറെയാണ് കേട്ടോ. സൂചി മാറ്റിയിടാത്ത കേസിലാണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ ഒറ്റ കാര്യമുള്ളൂ. ഈ ഒരു നമ്മുടെ ടെൻഷൻ വീൽ ഉണ്ടല്ലോ, ഈ ഒരു വീല്, ഇത് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുക, ലൂസ് ചെയ്യാവുന്ന സംഭവം. ആ സംഭവത്തിൻ്റെ ഈ ഒരു സംഭവത്തിനുള്ളിൽ, ഈ ഒരു പോയിൻറ്റിനുള്ളിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ നൂല് ഇടണില്ല എന്ന് വിചാരിക്കുക. ഇതിട്ടിട്ടില്ല. ഈ ഒരൊറ്റ പോയിൻ്റ് ടെൻഷൻ നൂലിൽ ഈ സംഭവത്തിൽ നമ്മൾ നൂല് ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കുക. ബാക്കി എല്ലായിടത്തും നൂല് ചുറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് നൂല് ഇടാനായിട്ട് സെറ്റായിട്ട് വിട്ടുപോയി. ആ ഒരൊറ്റ കാര്യമാണുള്ളൂ കേട്ടോ സംഭവം. ഇത് കണ്ടോ, ഒരൊറ്റ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യണുള്ളൂ. ഇതിപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് എന്ത് ചെയ്തിട്ടില്ല, ഒരേ ഒരു കാര്യം മാത്രം ചെയ്യണില്ല. ഈ ഒരു സംഭവത്തിൽ നമ്മൾ ആദ്യം കാണിച്ചു തരാം. ഇതിങ്ങനെ ഇട്ടു. നമ്മൾ സാധാരണ ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇപ്പോൾ ടെൻഷനിൽ ഇത് ഇട്ടു കഴിഞ്ഞു. നമ്മൾ ടെൻഷൻ വീലിനകത്ത് ഇത് ഇട്ടിട്ടുണ്ടെന്നാണ് സംഭവം. പക്ഷേ നമ്മളിത് ഇടുന്നില്ല. ഇത് ഇടാൻ വിട്ടുപോകുന്നു. അത് കറക്റ്റ് സ്ഥലത്ത് ഇടാൻ വിട്ടുപോകുന്നു. അപ്പം നമ്മൾ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ നൂല് ചുറ്റുന്നുണ്ട്. ഈ ഒരു പോയിന്റ് ഇടുന്ന ചിലപ്പോൾ കറക്റ്റായിട്ട് വീഴാതെയോ അല്ലെങ്കിൽ ഇടാണ്ടെയോ ചെയ്യുന്നു. ഇതിനകത്ത് ഇടുന്നില്ല എന്ന് വരുമ്പോൾ ആ ഒരു വ്യത്യാസം കാണിച്ചു തരാം. ഇത് വെറുതെ എങ്ങനെ ഇട്ടു, സാധാരണ രീതിയിൽ വെച്ചു. ഇനി നമ്മളൊന്ന് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് വ്യത്യാസം മനസ്സിലാവട്ടെ. നൂല് ഈ ഒരൊറ്റ പ്രധാന സാധനത്തിൽ നൂലിടാണ്ടിരുന്നാലാണ് പ്രധാനമായിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് കട്ടപിടിക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ദൂരം നമ്മൾ തയ്ച്ച് കാണിക്കണുള്ളൂ. അടിനൂല് കട്ട പിടിക്കുന്നത് കാണിക്കാം. സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കട്ട പിടിക്കും. ഇപ്പം എന്താണ് കാരണം? വളരെ സിമ്പിളാണ് നൂല് കട്ട പിടിക്കുന്നതിൻ്റെ കാരണം. ഈ ഒരു ടെൻഷൻ വീലിൽ നൂല് ഇട്ടിട്ടില്ല എന്നതാണ്. ശരിയായ രീതിയിൽ ഇട്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? നമ്മൾ ബാക്കി എല്ലാത്തിലും ഇട്ടു, ഈ ഒരു സംഭവത്തിൽ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇട്ടിട്ട് തന്നെ ഓവർ ടൈറ്റ് വരികയാണെങ്കിൽ നൂല് ഇടവിട്ട് പൊട്ട ചെയ്യുള്ളൂ. പക്ഷെ ഇത് ഇടാത്തത് കൊണ്ട് മാത്രമാണ് ഇത് വരുന്നത്, താഴത്തെ നൂല് കട്ട പിടിക്കുന്നത്. ഇത്രയും സിമ്പിളാണ് ഈ ഒരു ഐഡിയ കേട്ടോ. പിന്നെ നമ്മൾ സൂചി പുതുതായിട്ട് മാറ്റിയിട്ട ശേഷമാണ് നമ്മൾ നൂല് കട്ട പിടിക്കുന്ന സംഭവം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കുഴപ്പമെന്ന് പറയുന്നത് സൂചിയുടെ ചാല് ഇടത്തെ ഭാഗത്തോട്ട് വരുന്ന രീതിയിൽ ഇട്ടിട്ടില്ല എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. പിന്നത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചി നൂല് ഇടവിട്ട് പൊട്ടുകയാണ് ചെയ്യണമെങ്കിൽ, നൂല് ഇടവിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വരികയാണെന്ന് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂചി ഒന്ന് മുകളിലേക്ക് കയറിയിട്ടില്ല എന്ന സ്ഥാനം. അതായത് ഇതിൻ്റെ കറക്റ്റ് പോയിന്റ് മുകളിലേക്ക് ടച്ച് ചെയ്തിട്ടില്ല. അത് ഒരനക്കം താഴത്തേക്ക് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് ബോബിനിലേക്ക് കേസിലേക്ക് വന്ന് തട്ടിയിട്ട് അത് നൂല് പൊട്ടുന്നത്. അപ്പോൾ നമ്മുടെ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.